ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന RRB NTPC എക്സാംസിൻ്റെ പല ഷിഫ്റ്റുകളിലായിട്ട് നടന്നിട്ടുള്ള അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മേ ബി നമ്മൾക്ക് ഇപ്പം ഒരു ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യമാവാം അടുത്തൊരു ഷിഫ്റ്റിൽ ചോദിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ, മറ്റു ഫാക്റ്റുകൾ കൂടി നമ്മൾ അറിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് 1, 2, 3 മാർക്ക് അധികം കിട്ടാൻ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുക. സോ അതുകൊണ്ടാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഫാക്ട്സും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെയർ ഓഫ് സൺ വിസിബിൾ ടു അസ്. സണ്ണിന്റെ ഏത് ലെയർ ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്? അത് ഫോട്ടോസ്ഫിയർ ആണ്. എന്താണ് ലെയർ ഓഫ് സൺ വിസിബിൾ ടു അസ്? നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള സണ്ണിന്റെ ലെയർ എന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയർ ആണ്. ഫോട്ടോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഗ്ലോയിങ് സർഫസ് ഓഫ് ദ സൺ എന്നറിയപ്പെടുന്നത് ഫോട്ടോസ്ഫിയർ ആണ്. വിസിബിൾ പാർട്ട് ഓഫ് ദ സൺ, അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വിസിബിൾ പാർട്ട് ഓഫ് സൺ, അതുപോലെ തന്നെ ഗ്ലോയിങ് സർഫസ് ഓഫ് ദ സൺ, ഇത് രണ്ടും എന്താണ്? ഫോട്ടോസ്ഫിയർ ആണ്. നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഫോട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഗ്ലോയിങ് സർഫസ് ഓഫ് ദ സൺ എന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയർ ആണെന്നുള്ളത് ഓർക്കാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഒരു ഫാക്റ്റ് ആണ് ഔട്ടർ ലെയർ ഓഫ് ദ സൺ. ഔട്ടർ ലെയർ ഓഫ് ദ സൺ എന്ന് പറയുന്നത് കൊറോണയാണ്. ഈസി ആയിട്ട് കണക്ട് ചെയ്യാം അല്ലേ? നമ്മൾക്ക് ഇപ്പൊ പുറമെ ഇറങ്ങിയാൽ കാണാൻ പറ്റുന്നൊക്കെ എന്താണ്? ഔട്ടറിൽ മൊത്തം കാണാൻ പറ്റുന്നത് കൊറോണ കേസാണ്. സോ അങ്ങനെ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഔട്ടർ ലെയർ ഓഫ് ദ സൺ എന്ന് പറയുന്നത് ഏതാണ്? കൊറോണയാണ്. ഓൺലി പാർട്ട് ഓഫ് സൺ വിസിബിൾ ഡ്യൂറിങ് ടോട്ടൽ സോളാർ എക്ലിപ്സ്. സൂര്യഗ്രഹണ സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന സണ്ണിന്റെ ഓൺലി പാർട്ട് എന്ന് പറയുന്നത് കൊറോണയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെയർ ഓഫ് സൺ വിസിബിൾ ടു അസ് എന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്ലേവ് ഡൈനാസ്റ്റി ഫൗണ്ടർ. അടിമവംശം സ്ഥാപിച്ചത് ആര്? കേട്ട് തഴമ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. കുത്തുബ്ദീൻ ഐബക് ആണ് അടിമവംശ സ്ഥാപകൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? കുത്തുബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമാണെങ്കിലും പൂർത്തീകരിച്ചത് പുറകെ വന്നിട്ടുള്ള ആളുകളാണ്. ഇൽത്തുമിഷ് പോലുള്ളവരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഓർത്തേക്ക് കുത്തുബ് മിനാർ പണി കഴിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? കുത്തുബ്ദീൻ ഐബക് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, PMKVYയുടെ ഫുൾ ഫോം എന്താണ്? പ്രധാൻ മന്ത്രി കൗശൽ വികാസ് യോജനയാണ് എന്തെന്ന് പറയുന്നത്? PMKVY. ഇതൊരു സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ്. കൗശൽ എന്നുള്ള വേർഡിൽ നിന്ന് നമ്മൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ്? സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? PMKVY എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീർപ്പാഞ്ചൽ ടണൽ നെയ്മഡ് ആഫ്റ്റർ. പീർപ്പാഞ്ചൽ ടണലിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? AB വാജ്പേയിയുടെ പേരാണ് എന്തിന് നൽകിയിരിക്കുന്നത്? പീർപ്പാഞ്ചൽ ടണലിന് നൽകിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബൈൽ ജ്യൂസ് ഈസ് സെക്രീറ്റഡ് ബൈ. ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഓർഗൻ ആണ്? ലിവർ ആണ് ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത്. ലിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ബോഡിയിലെ കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് ലിവർ ആണ്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ പിഗ്മെന്റ്സ് ആണ് ഏതൊക്കെ? ബിലിറുബിനും ബിലിവേർഡിനും. ഈ 2 ബൈൽ പിഗ്മെന്റ്സും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫാറ്റിന്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡൈജഷൻ ഓഫ് ഫാറ്റ് ആണ് ആരുടെ ഫംഗ്ഷൻ? ഈ ബൈൽ പിഗ്മെന്റ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വൈറൽ ഡിസീസ് ഓഫ് ലിവർ. ലിവറിനെ ബാധിക്കുന്ന ഒരു വൈറസ് ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ്. ഡിസീസസ് എന്നുള്ള പാർട്ടിൽ വൈറസ് ഡിസീസ്, ബാക്ടീരിയ ഡിസീസ് എന്നുള്ളവയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. സോ വൈറൽ ഡിസീസ് ഓഫ് ലിവറിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സോ അതിൽ മറ്റൊരു പോയിന്റ് കൂടെ ഓർത്തേക്കുക, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത്? ലിവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വെയിറ്റ് കൂടെ ഓർത്ത് വെക്കുക. 1500 ഗ്രാം ആണ് എന്തിനുള്ളത്? ലിവറിനുള്ളത്. ഓക്കെ, ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് ഏതാണ്? ലിവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോട്ടോൺ ഡിസ്കവേർഡ് ബൈ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റൂതർഫോർഡ് ആണ്.
ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കോഡ് എന്തായിരിക്കും? പെൻ RTC ആയിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്വന്തമായി കോഡുള്ളവരാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തോളൂ. ഓക്കെ, പെൻ RTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PEN എഴുതുക, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. താഴെ അതിന് ഒപ്പം തന്നെ എഴുതുക എന്താ? RTC, റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്. ഇത് കിട്ടാനാണ് എന്തെന്ന് പറയുന്നത്? പെൻ RTC, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ November 26 ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിന്റെ CM ആരാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, പിണറായി വിജയൻ. നോക്കൂ, നമ്മൾക്ക് ഇത് ഈസി ആയിരിക്കും, പക്ഷെ നമ്മളെപ്പോലെ നോർത്തിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ, കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അറിയണമെന്നില്ല. നമ്മൾക്ക് അതുപോലെ തന്നെ നോർത്തിലെ ഒരു CM-നെ നമ്മൾക്ക് അറിയണമെന്നില്ല. ഇപ്പോൾ ജാർഖണ്ഡിലെ ഒരു CM-ന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും അത് അറിയണമെന്നില്ല. സോ അതുപോലെയാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ. ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ തിംഫു. ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ എന്താണ്? തിംഫു. ഇതെല്ലാം ബേസിക് ഫാക്റ്റ് ആണ്, ജസ്റ്റ് പഠിച്ചു പോവുകയോ നിവൃത്തിയുള്ളൂ. SMTPയുടെ ഫുൾ ഫോം എന്താണ്? ഇത് IT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP അതുപോലുള്ളതൊക്കെ അറിയുന്നു വിചാരിക്കുന്നു. SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ദുബായിലാണ്. UAE-യിലെ ദുബായിലാണ് എവിടെ എന്തെന്ന് പറയുന്നത്? ICCയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ICCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ICCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഗ്രെഗ് ബാർക്ലേ ആണ്. ന്യൂസിലൻഡുകാരനായ ഗ്രെഗ് ബാർക്ലേ ആണ് ICCയുടെ ചെയർമാൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ICCയുടെ ചെയർമാൻ ആണ് ഗ്രെഗ് ബാർക്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യസ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000 ആണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരം 8000 ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് സീഡാക് ആണ്. ആരുടെ അണ്ടറിലാണെന്ന് വെച്ചാൽ വിജയ് P. ബഡ്കറിന്റെ അണ്ടറിൽ സീഡാക് ഡെവലപ്പ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്? പരം 8000 എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ, ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CDC 6600 ആണ്. സോ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CDC 6600 ആണ്. അത് പറയുമ്പോൾ അതിലെ ഫാദർ കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സീമൂർ ക്രേ ആണ്. ആരാണ് ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? സീമൂർ ക്രേ ആണ്. ഇനി നമ്മൾക്കറിയേണ്ട മറ്റൊരു ചോദ്യമാണ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ഇപ്പോ ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഫുഗാക്കു ആണ്, ജപ്പാനിലെയാണ്. ഇപ്പോ നിലവിലെ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഫുഗാക്കു, ജപ്പാനാണ്. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരം സിദ്ദിആൽ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഇതാണ് ചോദിച്ചത്. എന്ത്? പരം 8000 ആണ്. നെക്സ്റ്റ് ദ റിപ്പബ്ലിക് എഴുതിയത് ആരാണ്? പ്ലേറ്റോ ആണ്. കേരള PSC തൊട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദ റിപ്പബ്ലിക് എഴുതിയത് ആരാണ്? പ്ലേറ്റോ ആണ്. അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ബോൺ ഓഫ് ഫേസ്, നമ്മുടെ മുഖത്തുള്ള സ്ട്രോങ്ങസ്റ്റ് ബോൺ ഏതാണ്? ജോ ബോൺ ആണ്, മാൻഡിബിൾ ആണ്. ജോ ബോണിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? മാൻഡിബിൾ എന്ന് പറയുന്നത്. കീഴ്ത്താടിയല്ലേ, അതിന്റെ പേരാണ് എന്ത്? മാൻഡിബിൾ. സോ അതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോങ്ങസ്റ്റ് ബോൺ ഓഫ് ദ ഫേസ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? ഓൺലി മൂവബിൾ ബോൺ ഇൻ സ്കൾ. നമ്മുടെ കഴുത്തിന് മേലെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വോളണ്ടറിലി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോൺ എന്ന് പറയുന്നത് ഏതാണ്? ജോ ബോൺ അല്ലെങ്കിൽ മാൻഡിബിൾ ആണ്. അതാണ് നമ്മുടെ മുഖത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ SBI ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദിനേശ് കുമാർ ഖാരയാണ് ആരെന്ന് പറയുന്നത്? SBI ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? SBI ചെയർമാൻ ദിനേശ് കുമാർ ഖാര. SBIയുടെ പഠിക്കുമ്പോൾ നമ്മൾ ഒപ്പം തന്നെ
കണക്ട് ചെയ്ത് പഠിക്കുക. RBI ഗവർണർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും കൂടി ശക്തികാന്ത ദാസ് ആണ് RBI ഗവർണർ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ടത് എത്രാമത് RBI ഗവർണർ ആണെന്നുള്ളതാണ്. 25th ആണ്. 25th RBI ഗവർണർ ആണ് ആരെന്ന് പറയുന്നത്, ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാംനാഥ് കോവിന്ദ് ആണെന്നുള്ളത്. സോ ഓർത്ത് വെക്കേണ്ടത് എത്രാമത് രാഷ്ട്രപതിയാണെന്നുള്ളതാണ്, 14ാമത് രാഷ്ട്രപതിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് എത്രാമത്തെ ആണെന്ന് ചോദിച്ചാൽ 14ാമത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് അടൽ ടണൽ. അടൽ ടണലിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 9.02 കിലോമീറ്റേഴ്സ്. ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സോ ലെങ്ത് ഓഫ് അടൽ ടണൽ എന്ന് പറയുന്നത് 9.02 കിലോമീറ്റേഴ്സ് ആണ്. അടൽ ടണലിന് പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ പലർക്കും അറിയായിരിക്കും. റോഹ്താങ് ടണലിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, അടൽ ടണൽ എന്ന് പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. റോഹ്താങ് പാസിലുള്ള റോഹ്താങ് ടണലിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, അടൽ ടണൽ എന്ന് പറയുന്നത്. ഇതെവിടെയാണുള്ളത്, മണാലിയിലാണുള്ളത്, ഹിമാചൽ പ്രദേശിലാണ്. സോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്സ്റ്റ് ഹൈവേ ടണൽ ഇൻ ദ വേൾഡ് ആണ് എന്തെന്ന് പറയുന്നത്, റോഹ്താങ് ടണൽ എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് ഹൈവേ ടണൽ ഇൻ ദ വേൾഡ് ആണ് എന്ത്, റോഹ്താങ് ടണൽ. ഏതിനെയൊക്കെ തമ്മിലാ ഇത് കണക്ട് ചെയ്യുന്നത്, മണാലി ടു ലാഹുൽ സ്പിതി വാലിനെ കണക്ട് ചെയ്യുന്നതാണ് എന്ത്, അടൽ ടണൽ അല്ലെങ്കിൽ റോഹ്താങ് ടണൽ എന്ന് പറയുന്നത്. സോ വളരെ വലിയൊരു ഇനോഗ്രേഷൻ നടന്ന സംഭവമാണ്. സോ ഓർത്തു വയ്ക്കുക, നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്ത സംഭവമാണ് എന്തെന്ന് പറയുന്നത്, അടൽ ടണൽ എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചാർക്കുള ഡാൻസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്. ഈ ട്രൈബൽ അല്ലെങ്കിൽ ഫോക്ക് ഡാൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ചാർക്കുള ഡാൻസ്. ഇത് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്, ഇത് UPയിലെ ട്രൈബൽ അല്ലെങ്കിൽ ഫോക്ക് ഡാൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ചാർക്കുള ഡാൻസ്. സോ ഓർത്തേക്കുക, ചാർക്കുള ഡാൻസ് UP. സോ UPയിലെ തന്നെ മറ്റൊരു ഫോക്ക് ഡാൻസ് ആണെന്ന് പറയുന്നത് നൗട്ടാങ്കി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ചാർക്കുള, നൗട്ടാങ്കി എവിടുത്തെയാണ്, UPയിലെ ഡാൻസ് ഫോം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സുക്രേശ്വർ ടെമ്പിൾ എവിടെയാണെന്നുള്ളത്. സുക്രേശ്വർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. സുക്രേശ്വർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ആസാമിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് PM ഓഫ് ജപ്പാൻ. ജപ്പാനിലെ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്. സോ പുതിയൊരാള് വന്നതാണ്, ഷിൻസോ അബെ മാറിയ ശേഷം പുതിയൊരാള് വന്നതാണ് എന്ത്, യോഷിഹിഡെ സുഗ. അങ്ങനെ തന്നെയാണോ വായിക്കാന്ന് എനിക്ക് അറിയില്ല. സോ ഓർത്തു വെക്കുക, PM ഓഫ് ജപ്പാൻ ആണ് ആര് എന്ന് പറയുന്നത്, യോഷിഹിഡെ സുഗ. സോ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പേരെ കൂടെ നോക്കുകയാണ്. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളുകളാണ്, ഓർത്തു വെക്കുക. ന്യൂസിലാൻഡ് PM, ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, ജസിൻഡ ആൻഡൺ, വനിതയാണ്. അതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിൽ വളരെ അവരുടെ പ്രവൃത്തികളെല്ലാം, അവരുടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പേപ്പേഴ്സിൽ, ന്യൂസ് പേപ്പേഴ്സിലെല്ലാം വന്നതാണ്. സോ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരാളായതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക, ന്യൂസിലാൻഡിന്റെ PM ആണ് ആരെന്ന് പറയുന്നത്, ജസിൻഡ ആൻഡൺ എന്ന് പറയുന്നത്. കാനഡയിലെ PM ആരാണ്, അറിയായിരിക്കും കുറച്ചു പേർക്കെങ്കിലും. ജസ്റ്റിൻ ട്രൂഡോയാണ് കാനഡയിലെ PM എന്ന് പറയുന്നത്. ആരാണ്, ജസ്റ്റിൻ ട്രൂഡോ ആണ് കാനഡയിലെ PM. അതുപോലെ തന്നെ ഫിൻലാൻഡിന്റെ PM വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഫിൻലാൻഡിന്റെ PM ആണ് സന്ന മെറിൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 35 വയസ്സ് മാത്രമായിട്ടുള്ള ലേഡി കൂടിയാണ്. സോ ഓർത്തു വെക്കുക, ഫിൻലാൻഡിന്റെ PM ആണ് ആരെന്ന് പറയുന്നത്, സന മെറിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ്ഡ് ബൈ. തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്ത ആരാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എന്നാണെന്ന് കൂടെ ഓർത്തു വെക്കുക, 1905 എന്നാണെന്ന് ഓർത്തു വെക്കാൻ പറയാൻ കാരണം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് 1915 വന്നതാണ്. സോ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്, 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നത് 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാക്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്തത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയുക. ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രം, ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു പോവാം. ഏതാണ് നല്ലത് എന്നുള്ളത് ആരെങ്കിലും കമന്റ്സിലൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അതുപോലെ ചെയ്യാം. ഓക്കെ, ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്